വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയുമായിരുന്ന കാലത്താണ് ഇന്ന് നമ്മൾ കാണുന്ന സർക്കാർ ആശുപത്രിയിൽ കാണുന്ന പല സൗകര്യങ്ങളും ഉണ്ടായത്. ഒരു ഉദാഹരണം, ഈ ആശാ വർക്കർമാരെ നിയമിക്കുന്നത് ആരോഗ്യരംഗത്തൊരു വലിയ മാറ്റം വരുന്നു. ഇപ്പോൾ ശ്രീമതി ടീച്ചർക്ക് ശൈലജ ടീച്ചർക്കും ഉണ്ടായിരുന്ന ഒരു ഗുണമെന്നല്ല ഞാൻ പറയാം, അവർക്ക് രണ്ടുപേർക്കുണ്ടായിരുന്ന ഒരു ബലം, അവർ പാർട്ടിക്കാരാണെന്നുള്ളതാണ്. വീണ ജോർജിൻ്റെ ഇതില്ല. വീണ ജോർജ് IPS കിട്ടാത്ത ഒരു ശ്രീലേഖയാണ്. ഈ പാർട്ടി ഹൈറാർക്കി വളരെ പ്രധാനമാണ്. പാർട്ടിയിലെ വലിയ നേതാവ് പറഞ്ഞാൽ ഈ അവിടെയുള്ള സെക്രട്ടറിയും മറ്റ് സ്റ്റാഫും ഒക്കെ അനുസരിക്കും. വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും മന്ത്രിയെ കാണുമ്പോൾ സെക്രട്ടറി എഴുന്നേറ്റിരിക്കും. ആരോഗ്യവകുപ്പിൽ സെക്രട്ടറി കാണുമ്പോൾ മന്ത്രി എഴുന്നേറ്റ്. കേരളത്തിൽ ഏറ്റവും കുത്തഴിഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഏറ്റവും കുത്തഴിഞ്ഞ സർക്കാർ ഓഫീസ് എന്ന് പറയുന്നത് DHSൻ്റെ ഓഫീസാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ആഭ്യന്തരം, ഇത് മൂന്നും നല്ല കഴിവുള്ള ആളുകൾക്ക് ഭരിക്കാൻ പറ്റും. അത്രയും ഡെഡിക്കേഷൻ വേണം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും ചർച്ചയായ വിഷയങ്ങളിൽ ഒന്ന് ആരോഗ്യവകുപ്പിൻ്റെ കാര്യക്ഷമതയാണ്. അടിക്കടി ഉണ്ടാകുന്ന വീഴ്ചകൾ, അത് സംബന്ധിച്ചുള്ള വിവാദം ഒക്കെ തന്നെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായ പ്രതിഷേധ പ്രകടനവും അതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി ആശുപത്രിയിലാകാനുണ്ടായ സാഹചര്യവും ഒക്കെ തന്നെ. അതുകൊണ്ട് ടോക്കിംഗ് പോയിൻ്റ് എന്ന് ചർച്ച ചെയ്യുകയാണ് കേരളം ഭരിച്ച ആരോഗ്യമന്ത്രിമാരുടെ, അല്ലെങ്കിൽ കേരളത്തിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാരുടെ കാര്യക്ഷമതയെക്കുറിച്ച്, അവരുടെ പ്രകടനത്തെക്കുറിച്ച്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകണം കണ്ണൂരിലുണ്ടായ സംഭവം, KSU പ്രതിഷേധവും തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിലായതും വെളുപ്പിന് 4 മണിക്ക് ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോയതും ഒക്കെ തന്നെ. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, ഇത് ഒരു പരിഹാസ്യമായ സംഭവമായിട്ട് മാറി. സത്യത്തിൽ വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രിയല്ല ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ അല്ല ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച് മറന്നു. അതെ, അവർ മന്ത്രിയാകുന്നതിന് മുമ്പ് നടന്ന സംഭവം കൂടിയാണ്. അതെ 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 പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ വീണ ജോർജിന് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയാണ് രണ്ടാം പിണറായി സർക്കാർ. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഏത് സർക്കാരിൻ്റെ കാലത്താണ് ഏത് മന്ത്രിക്കാണെന്നൊന്നും പറയുന്നതിൽ കഥയില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ കെടുകാര്യസ്ഥതയുടെ അല്ലെങ്കിൽ പിടിപ്പുകേടിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മയുടെ ഒരു സൂചകമായിട്ട് നമുക്ക് ഇതിനെടുക്കാം, ഒരു ദൃഷ്ടാന്തമായിട്ട് എടുക്കാം. ഓക്കെ. അതിപ്പോൾ ശൈലജ ടീച്ചർ മന്ത്രിയായിരിക്കുമ്പോഴാണോ, വീണ ജോർജ് മന്ത്രിയായിരിക്കുമ്പോഴാണോ, അല്ല ഇനി UDF സർക്കാരിൻ്റെ കാലത്ത് വാങ്ങിച്ച കത്രികയാണോ എന്നൊന്നും ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയാം, സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളിൽ നടക്കുന്നുണ്ട്. ഞാൻ തന്നെ നടത്തിയിട്ടുള്ള, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതായ പല വ്യവഹാരങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് കന്യാസ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി, അവിടെ ഒരു ഗർഭിണി പ്രസവത്തിന് വേണ്ടി ചെന്നാണ്, ഒരു രണ്ടാമത്തെ പ്രസവമാണ്. ഇവരുടെ വയറ്റിൽ മോപ്പ് വെച്ച് മറന്നു. മോപ്പെന്ന് പറയുന്നത് ഈ തൂവാല പോലത്തെ ഒരു സാധനമാണ്. അത് രക്തം ഇത് സിസേറിയൻ നടത്തുമ്പോൾ രക്തം പൊടിയുന്നത് തുടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് നിശ്ചിത എണ്ണം കൊണ്ടുപോകും, അത് ബാക്കി വരുമ്പോൾ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. കത്രികയാണെങ്കിലും മറ്റ് സാധനങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ മോപ്പ് വെച്ച് മറന്നുപോയി. 5-8 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര വേദനയായി. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ കന്യാസ്ത്രീയാണ്. കന്യാസ്ത്രീ പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ദഹിക്കാത്ത വല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. പിന്നീട് അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് വിദഗ്ധ പരിശോധന നടത്തിയപ്പോഴാണ് ഭയങ്കരമായ വേദന വർദ്ധിച്ച് ആകെ കുഴപ്പമായി. അപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇത് മോപ്പ് വെച്ച് മറന്നുപോയതാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടക്കം ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ സഹായിക്കുന്നതിനുള്ള നിലപാടെടുത്ത്, പക്ഷേ ഇവർ കൃത്യമായിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ട് സംവിധാനങ്ങൾ ഒരുക്കിയതുകൊണ്ട് മോപ്പ് അകത്തുണ്ടായിരുന്നുള്ള പിന്നീട് പുറത്തു വന്നു. ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു രഹസ്യമായിട്ട് മാറി. അപ്പോൾ ഇങ്ങനത്തെ വീഴ്ചകൾ സ്വകാര്യ ആശുപത്രിയിൽ, അത് വലിയ പണം ആളുകളിൽ നിന്ന് കൈപ്പറ്റുന്ന ആശുപത്രികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയ പഞ്ചനക്ഷത്രം എന്ന് പറഞ്ഞാൽ പോരാ, സപ്തനക്ഷത്ര ആശുപത്രിയിൽ 8 മാസം പ്രായമുള്ളൊരു കുഞ്ഞ് ചികിത്സയ്ക്ക് ചെന്നിട്ട് ആ കുട്ടിക്ക് 8.5 മില്ലി ഒരു പ്രത്യേക മരുന്ന് കുത്തിവെക്കാനാണ് ഡോക്ടർ എഴുതി. അതെ. അവിടുത്തെ വിദഗ്ധയായ നേഴ്സ് 85 മില്ലി ഈ കുട്ടിയുടെ മേൽ കുത്തിക്കയറ്റി. ഒന്ന് ആലോചിച്ചു.
ആ കുട്ടി മരിച്ചില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ അത്ഭുതം. കാരണം അതുപോലത്തെ കെടുകാര്യസ്ഥത ആരോഗ്യ മേഖലയിൽ, സ്വകാര്യ മേഖലയിലുണ്ട്, സർക്കാർ മേഖലയിലുമുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട്, ജില്ലാ ആശുപത്രികളിലുമുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാൻ പറയുന്നത് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നവർ ആയുസ്സിന് ബലമുണ്ടെങ്കിൽ തിരിച്ചു വരും എന്നുള്ളതാണ് സത്യം. ഒരിക്കൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസിൽ സാക്ഷി വെച്ചിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും അവസാനത്തെ ചോദ്യം ചോദിച്ചപ്പോൾ ഇയാൾ ഈ സർജറിക്ക് പോകാതെ ഇരുന്നെങ്കിൽ ഒരു 10-15 കൊല്ലമൊക്കെ ആയുരാരോഗ്യത്തോടെ കൈ വീശി നടക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സത്യസന്ധനായ ഡോക്ടർ കൂട്ടിൽ നിന്ന് നൽകിയ ഉത്തരം അങ്ങനെ തന്നെ സംഭവിക്കുമായിരുന്നു, അയാൾ ജീവിച്ചിരിക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഡോക്ടറുടെ വക്കീലിന് മനസ്സിലായി സംഗതി അപകടമാണ്. പുള്ളി ചാടി കയറി പറഞ്ഞു, ഇല്ല സാക്ഷിക്ക് ചോദ്യം മനസ്സിലായില്ല. ഒരു സാക്ഷി കൂട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദ്യം മനസ്സിലായി, ഈ സർജറി നടത്തിയില്ലെങ്കിൽ അയാൾ പിന്നെയും കുറേ ആൾ കൂടി ജീവിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയിലുള്ള എല്ലാ ആൾക്കാരും കൂട്ടച്ചിരിയായി. കാരണം എന്താ വെച്ചാൽ സംഭവം മനസ്സിലായില്ലേ. അതുവരെയുള്ള ഉത്തരങ്ങളെ കൊണ്ട് ഈ ചോദ്യത്തിലുള്ള ഉത്തരം വ്യക്തമായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആ പുള്ളി ആ കാര്യത്തിൽ സത്യസന്ധത പുലർത്തി എന്നുള്ളതാണ്. എറണാകുളത്തുള്ളൊരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതിക്രമങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാനിതിനെ ഈ ആലപ്പുഴയിലുണ്ടായ സംഭവത്തെ ലഘൂകരിച്ച് പറഞ്ഞല്ല. പക്ഷേ ഇതിൽ ഭയപ്പെടുത്തേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചാൽ അപ്പോൾ തന്നെ അതിന് ശക്തമായ നടപടി എടുക്കലുണ്ട്. ഈ വീഴ്ച വരുത്തിയ ഡോക്ടർമാരുടെ വേണ്ടി നടപടി എടുക്കുക, അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പ്രതികരിക്കുക. ഇതുപോലെ തന്നെയാണ് നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബൈസ്റ്റാൻഡർ മേത്തേക്ക് ഭിത്തി ഇടിഞ്ഞു വീണ് മരിച്ച സംഭവം ഉണ്ടായത്. അതെ, അതുപോലെ പല സംഭവങ്ങളും സമയാസമയങ്ങളിൽ ഓരോ സമയത്തും ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഒരു സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നൊരു ഡോക്ടർ, അവർ MBBS പാസ്സായിട്ടുണ്ട്. അവർ MS, അതായത് ബിരുദാനന്തര പരീക്ഷ രാജസ്ഥാനിലെ ഏതോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്കോടുകൂടി പാസ്സായി എന്ന് പറഞ്ഞ് പത്രത്തിൽ പടം കൊടുക്കുക, വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് ഈ സ്പെഷ്യാലിറ്റി കേഡറിൻ്റെ സൗകര്യം നേടിയെടുക്കുക. പിന്നീടാണ് മനസ്സിലായത് ഏതോ കുബുദ്ധികൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഇവർ യഥാർത്ഥത്തിൽ MS പാസ്സായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ സർക്കാർ അവരെ സസ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്തു. അവരെയൊക്കെ തിരിച്ചെടുക്കുന്നത് ആലോചിച്ച് നോക്കും. തിരിച്ചെടുത്തത് വീണ്ടും മെഡിക്കൽ ഓഫീസറായിട്ടാണ്, സ്പെഷ്യാലിറ്റി കേഡറിൽ നിന്ന് റിവർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള തമാശകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ കൈക്കൂലി വാങ്ങിച്ചു. പിന്നെ അത് വിഷയമാകുന്നുണ്ടപ്പോൾ അയാൾക്ക് അയച്ച വോയിസ് ക്ലിപ്പ് ഉണ്ട്, പ്രിയ സുഹൃത്തെ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളത് ശരിയാണ്, നിങ്ങൾ ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് മറുപടി അയച്ചു. ഡോക്ടർമാർ പലരും നിഷ്കളങ്കരുണ്ടോ. അത് വോയിസ് ക്ലിപ്പ് അയക്കുകയും അത് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പടർന്നു പിടിക്കുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സംഭവം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും സസ്പെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും പിന്നെ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിന് കൈക്കൂലി വാങ്ങിക്കുന്ന ഡോക്ടർമാരുണ്ട്, അതറിയാമോ? ഞാൻ തന്നെ പെട്ട ആലുവ താലൂക്ക് ആശുപത്രി, അന്ന് താലൂക്ക് ആശുപത്രിയാണ്, ഇപ്പോൾ ജനറൽ ആശുപത്രിയാണ്. താലൂക്ക് ആശുപത്രിയോടൊക്കെ പോയി AISYF വലിയ പ്രതിഷേധ മീറ്റിങ്ങിൽ ഘോരമായ പ്രസംഗം നടത്തിയിട്ടുള്ളതാണ്. പോസ്റ്റ്മോർട്ടത്തിന് കൈക്കൂലി വാങ്ങിക്കുന്ന ഡോക്ടർ, അത് തീരെ പൈസ ഇല്ലാത്ത ആളുടെ അടുത്ത് നിന്നാലും. അതുപോലെ എനിക്ക് നേരിട്ടറിയാവുന്ന പേര് പറയാൻ മടിയില്ല, ഒരു ഡോക്ടർ, അത് പുള്ളി ഒരു മെഡിക്കൽ കോളേജിൽ ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി, ക്യാൻസറിന് ചികിത്സിക്കുന്നത്. നാളെ മരിക്കുമെന്ന് ഉറപ്പുള്ള രോഗിയുടെ ഇന്ന് കൈക്കൂലി വാങ്ങിക്കും. അത്ര ഭയങ്കരമാണ്. ഇതുപോലത്തെ ഭീകരന്മാരുണ്ട്. പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയമായിട്ടുള്ള സംഭവത്തിൽ തന്നെ വിവാദ വനിതയായി മാറിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ, അവരുടെ വീട്ടിൽ ഇതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ പ്രസവ സംബന്ധമായിട്ട് വരുന്ന രോഗികളാരും തന്നെ അവരോ അവരുടെ ബന്ധുക്കളോ എന്നെ വീട്ടിൽ വന്ന് കാണാൻ പാടുള്ളോ അല്ല എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തിനാ ബോർഡ് വെച്ചിരിക്കുന്നത് അറിയാമോ? മുടിഞ്ഞ പ്രൈവറ്റ് പ്രാക്ടീസാണ്. തലേ തലേൻ്റെ ദിവസവും അവരുടെ വീട്ടിൽ പോയി പൈസ കൊടുക്കാത്ത ഒരു ഒറ്റ രോഗിയും ഒറ്റ ഗർഭിണിയും അവർ കണ്ണുകൊണ്ട് പോലും നോക്കില്ല. എന്ന് മാത്രമല്ല അച്ചാലും പൂച്ചാലും ചീത്ത പറയുകയും ചെയ്യും. അതിന് പുറമെ വീട്ടിൽ ബോർഡ് വെച്ചിട്ട് ഇതുപോലുള്ള ഈ ഭീകരന്മാരും ഭീകരികളുമാണ് നമ്മുടെ സർക്കാർ സർവീസിലും മറ്റു സർവീസുകളിലും ഒക്കെ ഉള്ളത്. ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ഉപന്യസിക്കാൻ തുടങ്ങി ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കെടുകാര്യസ്ഥതയാണ്, കൊള്ളരായ്മയാണ്, അഴിമതിയുണ്ട്. പിന്നെ മുമ്പ് DHS ആയിരുന്ന ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആയിരുന്ന ഒരു മഹാനായ ഡോക്ടറുടെ വീട്ടിൽ പിന്നീട് നടത്തി വലിയ അഴിമതി കണ്ടുപിടിച്ച് ഓർക്കല്ലേ. പരിധിയിൽ കാണാതെ സ്വത്ത് സമ്പാദിച്ചതിന് എന്തൊക്കെ സ്വത്തുക്കളാണ് അദ്ദേഹം സമ്പാദിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഇതൊക്കെ എങ്ങനെ ഉണ്ടാകും? അത് ഈ DHS DMB ലെവലിലൊക്കെ നടക്കുന്ന അഴിമതി അതിലും ഭയങ്കരമാണ്. ഈ വാങ്ങാൻ പാടില്ലാത്ത എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ ഗുണമേന്മയില്ലാത്തതോ മരുന്നുകളൊക്കെ വാങ്ങിക്കും. അതിന് മൊത്തമായിട്ട് കമ്മീഷൻ ഇവരടിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അത് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഒരു പരിധിവരെയൊക്കെ ശുദ്ധീകരിച്ചാണ്. ഞാൻ സർക്കാർ വക്കീലായിരുന്ന കാലത്ത്, അതായത് 96-2000 കാലത്ത് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം,
കേരളത്തിൽ ഏറ്റവും കുത്തഴിഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഏറ്റവും കുത്തഴിഞ്ഞ സർക്കാർ ഓഫീസ് എന്ന് പറയുന്നത് DHSൻ്റെ ഓഫീസാണ്. അത് കഴിഞ്ഞിട്ട് DMEയുടെ ഓഫീസാണ്. അതും കഴിഞ്ഞിട്ടാണ് DPAയുടെ ഓഫീസ്, അതായത് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസ്. അപ്പോൾ ഇത്രയും നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന തീരെ കോറിലേറ്റ് ചെയ്യാത്ത ഒരു സാധനമായിരുന്നു. പക്ഷേ സമീപകാലത്തായിട്ട് ഇത് കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളതും പറയണമല്ലോ. ഞാൻ സർക്കാർ വക്കീലായിരുന്ന കാലത്ത് അന്ന് AC ഷൺമുഖദാസാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. അദ്ദേഹം 3 പ്രാവശ്യം മന്ത്രിയായി, 3 തവണ അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പായിരുന്നു. എന്താ കാരണം എന്നറിയില്ല. പുള്ളി എന്തോ വൈദ്യം പോലത്തെ എന്തോ പാസ്സായിട്ടുള്ള ആളാണ്. ഏത് നമ്മുടെ ആയുർവേദം പാസ്സായിട്ടുള്ള ആളാണ്. ഓക്കെ. അതുകൊണ്ട് ആയുർവേദ ഡോക്ടർമാർക്ക് പുള്ളി സർജറി പഠിക്കാനുള്ള അവസരം കൊടുക്കുക, അങ്ങനെ പല തമാശകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇവർ ആയുർവേദ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് ചെയ്തപ്പോൾ അവിടെയുള്ള ആളുകൾ ഇവർ ആട്ടി ഓടിക്കും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളതൊന്നും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ഷൺമുഖദാസിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ VC കബീർ മാസ്റ്റർ, ഇവരൊന്നും മോശക്കാരാണെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ P ശങ്കരൻ, ഇവരൊക്കെ ആരോഗ്യമന്ത്രിമാരാകുന്നത് ഈ ആരോഗ്യരംഗത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുകൾ സൂട്ടും അല്ലെങ്കിൽ അതിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായതുകൊണ്ടോ അല്ല. ഞങ്ങൾ നായന്മാരുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നുണ്ട്, NDP എന്ന് പറയും, നായരെ ദ്രോഹിക്കുന്ന പാർട്ടി എന്നായിരുന്നു അതിൻ്റെ ഫുൾ ഫോം. ലിയോയ്ക്ക് ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല. ആ പാർട്ടി പിന്നെ പിരിച്ചു വിട്ടു. 96-ൽ പാർട്ടി പിരിച്ചു വിട്ടു. പിരിച്ചു വിടുന്നതിന് മുമ്പ് UDF സർക്കാരിൽ സ്ഥിരമായിട്ട് ആരോഗ്യവകുപ്പ് കിട്ടിയിരുന്നത് ഈ NDPക്കായിരുന്നു. അന്ന് ലോനപ്പൻ നമ്പാടൻ അസംബ്ലി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് സത്യവുമാണ്. നമ്പാടൻ പറഞ്ഞുകൊണ്ടല്ല, സത്യമായതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഈ NDPയുടെ വകുപ്പ് മെഡിക്കൽ അല്ല, മേഡിക്കലാണ് എന്നാണ് പുള്ളി. മനസ്സിലായില്ലേ? അന്ന് കൈക്കൂലി കൊടുത്തിരുന്ന പെരുന്നയിൽ കൊണ്ടുപോയിട്ടാണ്, അല്ലാതെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയിട്ടല്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ ഈ സംവിധാനരംഗത്തുണ്ടായിട്ട് പണ്ട് നമ്മൾ പറയും 1957 ശേഷം ഒരുപക്ഷെ AR മേനോനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈക്കം വേലപ്പൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 67-ലെ നമ്പൂരിപ്പാടിൻ്റെ മന്ത്രിസഭ തൊട്ടാണ് ഇത് കംപ്ലീറ്റ് കുത്തഴിഞ്ഞു പോയത്. ഓക്കെ. അന്ന് B വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് വലിയ അഴിമതി ആരോപണ വിധേയനായിരുന്നു. പിന്നെ അന്വേഷണ കമ്മീഷനൊക്കെ നേരിട്ട ആളാണ്. അതിനുശേഷമാണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആകെ കുത്തഴിഞ്ഞ് ആകെ കുഴപ്പത്തിലായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊള്ളാവുന്ന മന്ത്രിമാരെന്ന് പറയാവുന്ന അവരുടെ പേര് വളരെ എളുപ്പം. ഒന്ന് നമ്മുടെ KP പ്രഭാകരനായിരുന്നു. KP രാജേന്ദ്രൻ്റെ പിതാവ് KP പ്രഭാകരൻ. പുള്ളി ഒരു കൊല്ലത്തിൽ താഴെ കിട്ടിയുള്ളൂ. PKയുടെ മന്ത്രിസഭയിൽ ഒരു കൊല്ലം 9 മാസമോ 10 മാസമോ കിട്ടാം. പിന്നെ എന്ന് വെച്ചാൽ ജഗൽ പ്രസിദ്ധനായ VM സുധീരൻ ഒരു 1.25 കൊല്ലം AK ആൻ്റണിയുടെ മന്ത്രിസഭയിൽ, ആൻ്റണിയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ നേട്ടം തുടർന്നത് ഈ ആരോഗ്യ ചികിത്സാ രംഗത്തല്ല. ശരിക്കും സുധീറിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ ട്രാൻസ്ഫർ കൊടുക്കാവൂ. സ്പെഷ്യൽ ഓർഡർ വഴിക്ക് തന്നിഷ്ടക്കാർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വലിയൊരു കൊയ്ത്താണ്. കാരണം എന്താ വെച്ചാൽ ഈ നല്ലപോലെ കൈക്കൂലി കിട്ടുന്ന സെൻറ്ററുകളിലേക്ക് ഡോക്ടർമാരുടെ ഇടിയായിരിക്കും. ഇപ്പോൾ ചാവക്കാട് പോലുള്ള സ്ഥലത്തേക്ക് ഗൾഫ് മണി ഉള്ളതുകൊണ്ട് അവിടെ വരുന്ന രോഗികൾ ഗവൺമെൻറ് ഡോക്ടർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ശമ്പളം കൂടാതെ പിന്നെ ഇവരുടേതായ ഒരു പാരിതോഷികം കൂടി. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്ററുകളിലേക്ക് വലിയ തിക്ക് തിരക്ക് വരും. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർമാർക്ക് ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലമാണ്. കാരണം അവിടെ ഈ പറഞ്ഞ പോലെയാണ്, കൊയ്ത്തും പേരിയാണ്. ഇപ്പോഴല്ലോ പണ്ട്. അപ്പോൾ അതൊക്കെ നിയന്ത്രിച്ചത് സുധീറിനാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു ഗുണപരമായ മാറ്റം ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നത് പറഞ്ഞത് ആരാണെന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ ലിയോ വിശ്വസിക്കില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ വിശ്വസിക്കില്ല. അതാരാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീമതി ടീച്ചറാണ്. ഓക്കെ. ഈ ശ്രീമതി ടീച്ചറെ കുറിച്ച് പൊതുവെയുള്ള ഒരു ധാരണ ഇവർ തീരെ അപ്രാപ്തയായ ഒരു സ്ത്രീയാണ്. അവർക്ക് ഭരിക്കാനൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കോമിക് ഇമേജാണ് അവർക്ക് കിട്ടിയത്. സത്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയുമായിരുന്ന കാലത്താണ് ഇന്ന് നമ്മൾ കാണുന്ന സർക്കാർ ആശുപത്രിയിൽ കാണുന്ന പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം, ഈ ആശാ വർക്കർമാരെ നിയമിക്കുന്നത് ആരോഗ്യരംഗത്തൊരു വലിയ മാറ്റം വരുന്നു. അത് ഇവരുടെ കാലത്താണ്. NHRM ഡോക്ടർമാർ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അത് വരുന്നത് അത് കേരളത്തിന് ശരിക്കും കിട്ടാൻ അർഹതയിലായിരുന്നു. അന്ന് അൻപുമണി രാമദാസ് എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട്ടുകാരനായ മന്ത്രിയായിരുന്നു. അയാളുടെ അടുത്ത് വലിയ സമ്മർദ്ദം ചെലുത്തി UPA സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഇത് കേരളത്തിന് അനുവദിച്ച് കിട്ടിയത്. NHRM അനുവദിച്ചത്, ആശാ വർക്കർമാരുടെ സ്കീം അനുവദിച്ചത്. ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ ടീച്ചറുടെ കാലത്താണ്. അതിനേക്കാൾ വലിയ ഒരു സംഗതി സ്പെഷ്യാലിറ്റി കേഡർ ഉണ്ടാക്കിയത് ടീച്ചറാണ്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് ആർക്കും ആരെയും കയറി ചികിത്സിക്കാം എന്ന ഫ്രീ സ്റ്റൈൽ ഗുസ്തിയായിരുന്നു സർക്കാർ ആശുപത്രിയിൽ. ആ പരിപാടി നിർത്തി.
എന്ന് മാത്രമല്ല അതിനു മുമ്പ് സ്പെഷ്യാലിറ്റി കേഡർ എന്ന് പറഞ്ഞ സാധനം തന്നെ നമ്മുടെ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലില്ലായിരുന്നു. അത് മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉണ്ടായിരുന്നു. അത് ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഈവൻ കമ്മ്യൂണിറ്റി ഇതുണ്ടല്ലോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ CHC അവിടെ പോലും കൊണ്ടുവന്നത് ടീച്ചറുടെ കാലത്താണ്. ഒരുപാട് പോസ്റ്റുകൾ പുതുതായിട്ട് ഉണ്ടാക്കണ്ടോ, വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയത് ആ സമയത്താണ്. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു രോഗമായിട്ട് കൊണ്ടുവന്ന് 9 രോഗമായിട്ട് തിരിച്ചു വരും എന്ന്. അത്രയും അൺഹൈജീനിക്കാരും അവിടുത്തെ സാഹചര്യം. അതൊക്കെ വലിയൊരു പരിധി വരെ മാറിയത് ഈ VSൻ്റെ കാലത്താണ്. VS ശ്രീമതി ടീച്ചർ. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ലിയോ കണ്ടിട്ടുണ്ടോ? പഴയ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ടൗണിൽ തന്നെയാണ്. വെള്ളക്കിണർ എന്നൊക്കെ പറഞ്ഞ ഭാഗത്തായിരുന്നു. ഇപ്പോൾ അവിടെയാണ് മറ്റേ ജനറൽ ആശുപത്രി ഇരിക്കുന്നത്. അവിടെ ആയിരുന്ന അവിടെ സൗകര്യം തീരെ കുറവാണ്, സ്ഥല സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി അകലെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നമ്മുടെ G. സുധാകരൻ്റെ വീട് പുന്നപ്രയിലാണ്. പുന്നപ്ര കഴിഞ്ഞ് വണ്ടാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ്. വണ്ടാനം മെഡിക്കൽ കോളേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതെ, വണ്ടാനത്താണ് അതിൻ്റെ ആളുകളെ ചികിത്സിക്കുന്ന ഭാഗം. നീർക്കുന്നത്താണ് അതിൻ്റെ ഈ ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലം. ഇത് രണ്ടും റോഡ് സൈഡിലാണ്, നാഷണൽ ഹൈവേയുടെ പടിഞ്ഞാറ് ഭാഗത്ത്. നമ്മൾ പോകുമ്പോൾ കാണാം. ഓക്കെ, ഈ ആലപ്പുഴ വഴി ഹൈവേയിൽ കൂടി കടന്നു പോകുമ്പോൾ അതെ കാണാം. അതെ, അവിടെ അത് കംപ്ലീറ്റ് പണിഞ്ഞത് ഈ ടീച്ചറുടെ കാലത്താണ്. അത് പണിഞ്ഞ് തീർന്നിട്ട് അത് മാറ്റിയതാണ് അതിൽ ഏറ്റവും വലിയ സാഹസം. കെട്ടിടം പണിയാനോ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഒരുക്കാനോ ഒന്നും വരുന്നില്ല. ഇത് കെട്ടിടമെല്ലാം പണിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വലം കൈയായിട്ടിരിക്കുന്ന KC വേണുഗോപാൽ ഉണ്ടല്ലോ, അന്ന് അദ്ദേഹം ആലപ്പുഴ MLA ആണ്. അല്ലെങ്കിൽ പിന്നെ വേണു പറഞ്ഞു അത് പറ്റില്ല, ഈ ആലപ്പുഴ ടൗണിൽ നിന്ന് മെഡിക്കൽ കോളേജ് മാറ്റാൻ പാടില്ല, അത് മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെയുള്ള കുറേ ആളുകളൊക്കെ ഇദ്ദേഹത്തെ പറഞ്ഞ് ചാടി കയറ്റിയിട്ട് പുള്ളി തന്നിഷ്ടപ്രകാരം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാറ്റിയാൽ ആലപ്പുഴയ്ക്ക് വലിയ ഒരു ക്ഷീണം സംഭവിക്കും. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജ് അപ്പുറത്തോട്ട് കിട്ടും. പക്ഷേ അത് വേണ്ട, ഇവിടെ തന്നെ തുടരണം. പിന്നെ ശ്രീമതി ടീച്ചർ വലിയ ഭഗീരഥ പ്രയത്നം നടത്തിയിട്ട് വേറൊരു പ്രഖ്യാപനം നടത്തി. അതായത് മെഡിക്കൽ കോളേജ് അങ്ങോട്ട് മാറ്റിയാലും ഇവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും, ഇവിടെ സകലവിധ സൗകര്യങ്ങളോട് കൂടി ഒരു ജനറൽ ആശുപത്രിയായിട്ട് ഇതിനെ മാറ്റും എന്ന് ഉറപ്പ് കൊടുക്കുകയും ആ ഉറപ്പ് പരിപാലിക്കുകയും ചെയ്തതിന് ശേഷമാണ് മാറ്റിയത്. അത് മാറ്റൽ തന്നെ വലിയ അധ്വാനമായിരുന്നു. അന്ന് ഉഷ ടൈറ്റസ് എന്ന് പറഞ്ഞ അവർ മെഡിക്കൽ ബിരുദധാരിയാണ്. അവരായിരുന്നു അന്ന് ആരോഗ്യ സെക്രട്ടറി എന്നാണ് എൻ്റെ ഓർമ്മ. അതെ അതെ. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെ പുറകിലും വലിയ അധ്വാനം ഉണ്ടായിരുന്നു, വലിയ ഒരുക്കമുണ്ടായിരുന്നു. ഇനി വേറൊരു സംഭവം പറയും. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ വരുത്തിയൊരു മാറ്റം ഈ ശ്രീമതി ടീച്ചറുടെ കാലത്ത്. പണ്ട് ഈ DMOയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഡോക്ടർമാർ മാത്രമായിരുന്നു. അപ്പോൾ ഡോക്ടർമാരുടെ മേൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കാനോ കടലാസ് കൊടുക്കാനോ ഒരാൾ ഒരു സ്ഥലത്ത് മാറ്റാനോ ഒക്കെയുള്ള അധികാരം DMOയ്ക്കാണ്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ. പക്ഷേ അവിടുത്തെ ക്ലാർക്കന്മാരുണ്ടല്ലോ, നോൺ മെഡിക്കൽ സ്റ്റാഫ്, അവരുടെ പേരിൽ ഒരു സാധനം ഒരു കടലാസ് കൊടുക്കാനായിട്ട് DMOയ്ക്ക് അധികാരമില്ല, അത് വേറെ സ്ഥലത്ത് നിന്നാണ്. അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മളൊരു കോളേജിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കോളേജിലെ മാഷന്മാർക്കെതിരായിട്ട് ടീച്ചർമാർക്കെതിരായിട്ട് നടപടി എടുക്കാനായിട്ട് കോളേജിലെ പ്രിൻസിപ്പളിന് പറ്റും. പക്ഷേ അവിടുത്തെ പ്യൂണിനോ അറ്റൻഡറിന് ഒരു കടലാസ് കൊടുക്കണമെങ്കിൽ അത് വേറെ ആൾക്കേ പറ്റുള്ളൂ. അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഈ സാധനം ഇതുകൂടി മെഡിക്കൽ ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ടിന് അല്ലെങ്കിൽ DMOയ്ക്ക് ഒക്കെ ഈ അധികാരം കൊടുത്ത് ശ്രീമതി ടീച്ചറുടെ കാലത്താണ്. അങ്ങനെ സമൂലമായ പരിവർത്തനം ആ സമയത്തുണ്ടായി VSൻ്റെയും ശ്രീമതി ടീച്ചറുടെയും കാലത്ത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർഭാഗ്യകരമായ സംഭവം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒന്നും ക്രെഡിറ്റ് അവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, പ്രബുദ്ധരായ മലയാളികൾ ഞാനടക്കം, ഞാനിത് പശ്ചാത്താപത്തോട്ടാണ് പറഞ്ഞു, ഞാൻ ഈ വാരാന്ത്യം നടന്ന കാലത്തൊക്കെ ആ പാവത്തിന് എന്തുമാത്രം പരിഹസിച്ചിട്ടത്. അതെ, നമ്മൾ ആത്മവിമർശനപരമായിട്ട് പറയുകയാണ്. അത് പരിഹാസത്തിന് പിന്നെ അത് കണക്കാക്കേണ്ടതില്ല. നല്ല കഴിവും പ്രാപ്തിയുണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന മന്ത്രിമാരെയൊക്കെ നമ്മൾ ചളുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പറയുകയല്ല. പക്ഷേ അകാരണമായിട്ടും അസ്ഥാനത്തും ഒക്കെ ഇവരെ വിമർശിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നില്ല. സത്യത്തിൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ വ്യക്തമായത് പിന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ ശിവകുമാർ മന്ത്രിയായിട്ട് വരികയാണ്. അതെ അതെ. അദ്ദേഹം അത് ഏതാണ്ട് ഈ കാട്ടാനെ കരിമ്പും കാട്ടി കയറിയ പോലെ ആക്കി. അത് പുള്ളിയുടെ കുറ്റമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ പെരുന്നയിൽ നിന്നാണ് പുള്ളിയെ നിയമിച്ചത്. ഓക്കെ. പുള്ളിയുടെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് പെരുന്നയാണ്. അന്ന് ഈ നായർ സമുദായത്തിൽ നിന്ന് ഒരു മന്ത്രിക്കേ പിന്നെ സ്കോപ്പുള്ളൂ. അതായത് ഇയാൾ ഗണേഷ് കുമാറുണ്ട്, KP മോഹനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്,
പിന്നെ നാലാമതൊരു നായർ മന്ത്രിയാവണമെങ്കിൽ കോൺഗ്രസ്സിലെ ഐ ഗ്രൂപ്പിൽ നിന്ന് വരണം. ഐ ഗ്രൂപ്പിൽ യോഗ്യന്മാരായ ഒരുപാട് പേരുണ്ട്. ജി കാർത്തികേയനുണ്ട്, വി ഡി സതീശനുണ്ട്, പിന്നെ കെ മുരളീധരനുണ്ട്. ഇവരെല്ലാം പോരെങ്കിൽ ദർഭയെ കുശയെ ഞങ്ങളെ വക്കോലെ എന്ന് പറഞ്ഞ പോലെ ശിവകുമാറുണ്ട്. പക്ഷേ പെരുന്നയുടെ പിന്തുണ ആർക്കായിരുന്നു? ശിവകുമാറിനാണ്. അങ്ങനെ അദ്ദേഹം മന്ത്രി. സതീശനും കാർത്തികേയനും മുരളീധരനും ഒക്കെ മാറിയത്. പെരുന്നയുടെ പിന്തുണ ശിവകുമാറിന്. ശിവകുമാറിന് ആരോടും ഉത്തരവാദിത്വമില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുകയുള്ളൂ. പുള്ളി ഒരു സ്ഥലത്തേക്ക് പോവില്ല. തിരുവനന്തപുരം വിട്ട് പുള്ളി പോവില്ല. കാരണം തിരുവനന്തപുരം മതിയല്ലോ. തിരുവനന്തപുരം വിട്ടാൽ പിന്നെ ചങ്ങനാശ്ശേരി വിട്ടാൽ തിരുവനന്തപുരം. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള തിട്ടൂരങ്ങളും ഉത്തരവുകളും അനുസരിച്ചിട്ടാണ് പുള്ളി ഭരിച്ചത്. പുള്ളിക്ക് വേറെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ താല്പര്യം മീൻസ് നന്നാവണം എന്നുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആകെ തോന്നിവാസമായിട്ട് നടന്നത് ആകെ കുത്തഴിച്ച് പോയായി. പക്ഷേ അത് പിന്നെ റെയിലുമേ കയറിയത്, അല്ലെങ്കിൽ ശ്രീമതി ടീച്ചർ ചെയ്ത കാര്യങ്ങളുടെ ഗുണഫലം ആളുകൾക്ക് അനുഭവവേദ്യതപ്പെടുന്ന വെച്ചാൽ ശൈലജ ടീച്ചർ മന്ത്രിയായി. ഓക്കെ, ക്രെഡിറ്റ് ആർക്ക് കിട്ടി? ശൈലജ ടീച്ചർക്ക് കിട്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, ശ്രീമതി ടീച്ചറെ അപേക്ഷിച്ച് ശ്രീമതി ടീച്ചറെ പോലെ അല്ലല്ലോ. ശൈലജ ടീച്ചറെ കണ്ടാൽ ഒരു ലുക്കുണ്ട്. ലുക്ക് മീൻസ് ഒരു സീരിയസ് ലുക്കാണ്. അവർ പറയുന്നത് ചതുരവടിവിലെ സംസാരിക്കും. ഇവർ പറയുന്നത് ചിലപ്പോൾ മണ്ടത്തിലൊരിക്കെങ്കിലും കേൾക്കുന്നവർക്ക് ഇവർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നും. ഒരു ഫിസിക്സ് ടീച്ചറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവവും അതിൻ്റെ ഒരു കനവും അവരെ കണ്ടാൽ തോന്നും. അതുകൊണ്ട് ഇവരാണിത് മുഴുവനും ഉണ്ടാക്കിയത് എന്ന് ആളുകൾ വിചാരിക്കും. ഇപ്പോൾ ആര് ഉണ്ടാക്കിയെന്നല്ല പ്രശ്നം, എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. ശ്രീമതി ടീച്ചറോ ശൈലജ ടീച്ചറോ എന്നുള്ള അപ്രസക്തമാണ്. പിന്നെ അവരുടെ ഭാഗ്യത്തിന് ആ സമയത്ത് നിപ്പ ഉണ്ടായി, അതിനെ നമ്മൾ തടഞ്ഞു നിർത്തി. അവരുടെ കാലത്ത് തന്നെ കോവിഡ് ഉണ്ടായി. അങ്ങനെ അവർക്ക് വലിയ ഇമേജ് ഉണ്ടായി. അവർ വേണമെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിക്കളയും എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ വേറെ കാര്യം. പക്ഷേ അതും കഴിഞ്ഞ് നമ്മുടെ സുഹൃത്ത് വീണ ജോർജ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവരെക്കാളൊക്കെ നല്ല മന്ത്രിയാവും. കാരണം ഇവർക്ക് നന്നായിട്ട് ചതുരവടിവിൽ സംസാരിക്കാൻ അറിയാം. നേരത്തെ വാർത്താ അവതാരകയായിരുന്നല്ലോ. അതെ. പിന്നെ പോളിഷ്ഡായിട്ട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ അറിയാം. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. ഇവർക്ക് ഈ സംവിധാനത്തിൻ്റെ മേലിൽ യാതൊരു ഗ്രിപ്പുമില്ല. ഇതാണ് പ്രശ്നം. ഇപ്പം ശ്രീമതി ടീച്ചർക്ക് ശൈലജ ടീച്ചർക്കും ഉണ്ടായിരുന്ന ഒരു ഗുണമെന്നല്ല ഞാൻ പറയാം. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഒരു ബലം, അവർ പാർട്ടിക്കാരാണെന്നുള്ളതാണ്. രണ്ട് വിധത്തിൽ. ഒന്ന്, പാർട്ടിക്കാരാകുമ്പോൾ ജനങ്ങളുമായിട്ട് ഇടപെട്ട് പരിചയമുണ്ട്. ഇപ്പോൾ ജനങ്ങളൊരു വിഷയം, ഒരു പരിഭവം, ഒരു പരാതി പറഞ്ഞാൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. അത് പൊതുപ്രവർത്തകർക്കേ മനസ്സിലാവും. അതെ. ഇപ്പോൾ തിരുവനന്തപുരം മേയറായിട്ട് വി രാജേഷ് വന്നപ്പോൾ സന്തോഷിച്ച ആളാണ്. ശ്രീലേഖ വരാഞ്ഞതിലും സന്തോഷിച്ച ആളാണ്. ശ്രീലേഖയോട് വിരോധങ്ങളുണ്ടല്ല. ശ്രീലേഖയെ പോലും ഒരാൾക്ക് ഒരിക്കലും മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല, കൗൺസിലറായിട്ട് പോലും പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ജനങ്ങളുമായി സമ്പർക്കം വേണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം. അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് അറിയണം. അത് രാജേഷിന് സാധിക്കും, അത് ശ്രീലേഖയ്ക്ക് സാധിക്കില്ല. ശ്രീലേഖയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട്, വലിയ ഉദ്യോഗങ്ങളൊക്കെ ഭരിച്ചാണ്. പക്ഷേ ഒരു മുനിസിപ്പൽ കൗൺസിലറെ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറുടെ ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന പോലെ ഈ നമ്മുടെ മുല്ലക്കര രത്നാകരനൊക്കെ സാധിക്കും. മുല്ലക്കര രത്നാകരൻ കൃഷിമന്ത്രി. മുല്ലക്കര വലിയ ഭരണ ദുരന്തരനൊന്നുമല്ല. എം ഗോവിന്ദനാരോ ടി വി തോമസ് ഒന്നും ചെയ്ത പോലെ പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മുല്ലക്കരയ്ക്ക് ഒരു വലിയ ഗുണമുണ്ടായിരുന്നു. മുല്ലക്കരയ്ക്ക് ആളുകൾ പറഞ്ഞ സങ്കടം കേട്ടാൽ ഇത് കാര്യമാണ്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാവും. അത് പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യിക്കലേ ഉള്ളൂ. അത് ആരെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചു, ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് വിജയിച്ചു. ഈ ശ്രീമതി ടീച്ചർക്കും ആ ഗുണമുണ്ടായിരുന്നു, ശൈലജ ടീച്ചർക്കും അതുണ്ടായിരുന്നു. വീണ ജോർജിൻ്റെ ഇതില്ല. വീണ ജോർജ് IPS കിട്ടാത്ത ഒരു ശ്രീലേഖയാണ്. ഒന്നാമത്തെ പരാധീനത. അപ്പോൾ ഇവരുടെ വിചാരം അവരുടെ ഒരു മേന്മ കൊണ്ടാണ്, ഇവരെ കാണാനുള്ള സൗകര്യം കൊണ്ട്, അവരുടെ ചതുരവടിവിലുള്ള സംഭാഷണം കൊണ്ടാണ് അവർ ആഭ്യന്തരമന്ത്രിയായതാണ്. അങ്ങനെയല്ല. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തത് ഏറ്റവും വലുതുമായ ഹാൻഡിക്യാപ്പ് ഇതല്ല, അതെന്നറിയാമോ? മറ്റൊരു പാർട്ടിയുടെ ഉയർന്ന കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്ന ആൾക്കാരാണ്. ഈ പാർട്ടി ഹൈറാർക്കി വളരെ പ്രധാനമാണ്. പാർട്ടിയിലെ വലിയ നേതാവ് പറഞ്ഞാൽ ഈ അവിടെയുള്ള സെക്രട്ടറിയും മറ്റ് സ്റ്റാഫും ഒക്കെ അനുസരിക്കും. പാർട്ടിയിൽ പുതുമുഖമായിട്ട് ഈ നിലാപത്ത് കോഴി അഴിച്ചുവിട്ട പോലെ വന്ന ആളുകൾ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. ഇപ്പോൾ വി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടല്ലോ. അബ്ദുറഹ്മാൻ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും? ഒരാൾ കേൾക്കില്ല. അവിടെ മാർസിഷുകാരൻ പറഞ്ഞാൽ കേൾക്കും. അത് അബ്ദുറഹ്മാൻ്റെ പരാധീനതയല്ല, പാർട്ടിയുടെ ഹൈറാർക്കി അതായതുകൊണ്ട്. ഇപ്പോൾ ഈ വീണ ജോർജിൻ്റെ പ്രശ്നം അതാണ്. വീണ ജോർജ് സമീപകാലം വരെ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. അവർ പാർട്ടി ചേർന്ന് തന്നെ 2016 ഇലക്ഷൻ കമ്മിറ്റിയിട്ടാണ്. ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ഇവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ആദ്യം ആലോചിച്ചു. പിന്നെയാണ് അവസാനം എന്തെങ്കിലും ആവട്ടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അത്ര പോലും പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത ആളാണ് വീണ ജോർജ്.
അവർ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് മന്ത്രിയാവുന്നത്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പക്ഷേ പ്രശ്നം എന്തറിയാമോ, ഇവരുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സജീവൻ എന്ന് പറഞ്ഞ ഒരു വില്ലാളി വീർ. ഓക്കെ. ഈ സജീവൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ വെറും അംഗമല്ല, നേരത്തെ AKG സെൻറ്ററിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഇപ്പോൾ മറ്റുള്ള പ്രശ്നം വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും മന്ത്രിയെ കാണുമ്പോൾ സെക്രട്ടറി എഴുന്നേറ്റ് ആരോഗ്യവകുപ്പിൽ സെക്രട്ടറി കാണുമ്പോൾ മന്ത്രി എഴുന്നേറ്റ്. ഇതാണ് രണ്ടാമത്തെ ദുര്യോഗം. മന്ത്രിക്ക് യാതൊരു അധികാരവുമില്ല. മുമ്പിൽ കൊണ്ടു നോക്കുന്ന പേപ്പർ ഒപ്പിടാത്തതായി. സജീവൻ വിരൽ വെക്കുന്നിടത്ത് അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഇരിക്കുന്ന സഖാവ് വിരൽ വെക്കുന്നിടത്ത് ഒപ്പിടുന്ന ജോലിയെ വീണ ജോർജിനുള്ളൂ. മറിച്ച് മറ്റ് മന്ത്രിമാർക്ക് അങ്ങനെയല്ല. MP രാജേഷിന് അല്ലെങ്കിൽ P രാജീവിന്, ഈവൻ ശിവൻകുട്ടിക്ക്. അവർക്ക് സെക്രട്ടറിയോട് ചോദിക്കാം, മറ്റേ കൂടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരോട് ചോദിക്കാം, നിങ്ങൾ എന്തായി ചെയ്യണമെന്ന് ചോദിക്കാം. വീണ ജോർജിന് അത് പറ്റില്ല. ഇതാണ് രണ്ടാമത്തതും കൂടുതൽ പ്രധാനപ്പെട്ടതുമായ പ്രശ്നം. വീണ ജോർജ് വളരെ നല്ല ഉദ്ദേശത്തോടെ വലിയ ഭരണപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. ശ്രീമതി ടീച്ചർ ചെയ്തേക്കാൾ നന്നായിട്ട് ചെയ്യാം. പക്ഷേ പ്രശ്നം കിടക്കണമെന്ന് വെച്ചാൽ ഇവർ സമ്മതിക്കില്ല. ഓക്കെ. ഇതാണ് അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം. ഈ നമ്മൾ കാണുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇതിന് പുറകിൽ പല അടിയൊഴുക്കുകളും ഉണ്ട്. അപ്പോൾ ആരോഗ്യരംഗത്ത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് വിദ്യാഭ്യാസം ഏത് വകുപ്പിൽ നോക്കിയാലും ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പെന്ന് വെച്ചാൽ ഇപ്പോൾ UDFൻ്റെ കാലത്ത് പ്രത്യേകിച്ചും ഏറ്റവും കഴിവില്ലാത്തവരെയാണ് ഏൽപ്പിക്കുക. ഓക്കെ. ഒരു വിധത്തിലും കാരണം കൊള്ളാവുന്ന വകുപ്പുകൾ എന്ന് വെച്ചാൽ കൈക്കൂലി കിട്ടുന്ന വകുപ്പുകളെന്നാണ് അവർ കണക്കാക്കുക. അപ്പോൾ ആഭ്യന്തര വകുപ്പ് ഏറ്റവും പ്രധാനം. അത് മുഖ്യമന്ത്രി തന്നെ കക്ഷത്തിൽ വെച്ചുകൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് ഒരുക്കുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേരളം കണ്ട ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി PT ചാക്കോയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പട്ടം താണുള്ള സാറും പിന്നീട് R ശങ്കറുമായിരുന്നു. ഒരു കുഴപ്പമുണ്ടായില്ല. PT ചാക്കോ ആഭ്യന്തര വകുപ്പ് മുഴുവൻ സമയം ശ്രദ്ധിക്കേണ്ട വകുപ്പാണ് ആഭ്യന്തരം. അതിന് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നമ്മുടെ സമീപകാലത്ത് നമ്മുടെ കൺമുമ്പിൽ കാണാവുന്ന ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂരായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് സ്വസ്ഥമായിട്ട് പൊതുഭരണ വകുപ്പ് കൈയാളാൻ പറ്റി. തിരുവഞ്ചൂരിന് 24 മണിക്കൂറും ആഭ്യന്തരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റി. കാര്യങ്ങൾ വൃത്തിക്ക് നടന്നു. ഇതാണ് പ്രശ്നം. അപ്പോൾ കൊള്ളാവുന്ന വകുപ്പ് ആഭ്യന്തരമാണ്. ആഭ്യന്തരം കഴിഞ്ഞാൽ പിന്നെ റവന്യൂ ആണ്. കാരണം 14 കളക്ടർമാർ നമ്മുടെ കീഴിലുണ്ട്, തഹസീൽദാർമാരുണ്ട്, വില്ലേജ് ഓഫീസർമാരുണ്ട്. പിന്നെ ധനവകുപ്പാണ്, പിന്നെ വ്യവസായ വകുപ്പാണ്, അതൊക്കെ പിന്നെ കൈക്കൂലി കിട്ടുന്ന വകുപ്പുകൾ, വിദ്യാഭ്യാസ വകുപ്പ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ നമ്മൾ നാളികേരം വയ്ക്കുമ്പോൾ നല്ല തുടർള്ള തേങ്ങയൊക്കെ കുലുക്കിയിട്ട് മാറ്റിയിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുരുട് 18 പട്ട, ചെന്തെങ്ങിൻ്റെ തേങ്ങ, വാടൽ, മന്നങ്ങ ഒക്കെ മാറ്റിയിടും. അതുപോലെ മാറ്റിയിടുന്ന വകുപ്പാണ് ആരോഗ്യം. ഏത് മന്ത്രിസഭയിൽ ഏറ്റവും കഴിവില്ലാത്തവന്, ഏറ്റവും നിർഗുണനായ ആൾക്ക്, ഇപ്പോൾ ഈ ശിവകുമാറിനെ കൊടുത്ത പോലെ, അല്ലെങ്കിൽ ശങ്കരൻ എന്ന് പറഞ്ഞാൽ, ശങ്കരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവും, ദൈവത്തിനറിയാം, മഹാപാപം. അഡ്വക്കേറ്റ് P ശങ്കരൻ, അദ്ദേഹത്തെ ആരോഗ്യമന്ത്രി AK ആന്റണി ചെയ്ത അതിക്രമം ഒന്ന് ആലോചിച്ചു. MBBSകാരനായ കുട്ടപ്പന അവിടെ ഇരിപ്പുണ്ട്. കുട്ടപ്പന് ഭരിക്കാൻ കൊടുത്ത വകുപ്പ് ഹരിജനക്ഷേമം, പിന്നെ സ്പോർട്സ്. അഡ്വക്കേറ്റ് ശങ്കരന് കൊടുത്ത വകുപ്പ് ആരോഗ്യം. ഇതാണ് ആൻ്റണി ചെയ്തതാണ്. ബാക്കിയുള്ളവരൊക്കെ ചെയ്ത് പോട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മന്ത്രിസഭയിൽ ഏറ്റവും കഴിവില്ലാത്ത അപ്രാപ്തനായ ആൾക്ക് ഭരിക്കാൻ, അത് UDFൻ്റെ കാലത്താണ്. LDF കുറച്ചുകൂടി ഭേദമാണ്. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയട്ടെ. LDF അപ്പോഴും വനിതാ മന്ത്രിക്കേ കൊടുക്കുള്ളൂ. ഒരു പുരുഷ മന്ത്രിക്ക് ആരോഗ്യം കൊടുത്ത് എന്താ കുഴപ്പം പറയാം? LDFൻ്റെ കാലത്ത് എപ്പോഴും വനിതാ മന്ത്രിക്ക് വകഞ്ഞു വെച്ച വകുപ്പാണ് ആരോഗ്യവും കുടുംബക്ഷേമം. അല്ല, ഞാൻ പറഞ്ഞത് വനിതാ മന്ത്രി മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ പൊതുവേ അങ്ങനെ ഒരു തിരിവാണ്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായ തകരാറുകളുണ്ട്, വ്യക്തികളുടെ പോലെ. പിന്നെ മന്ത്രിമാർക്ക് ഉപദേശം കൊടുക്കുന്ന ആൾക്കാർ നല്ലതായിരിക്കണം, അതും പ്രധാനമല്ലേ. ഇപ്പോൾ ശ്രീമതി ടീച്ചർക്ക് ചെയ്ത കാര്യങ്ങളുടെ ക്രെഡിറ്റ് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ രീതിയിൽ PR ഉണ്ടായിരുന്നില്ല. പിന്നെ ഉഷ ടൈറ്റസിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്കും ഇതിൻ്റെ ഗ്ലാമർ അടിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു, അതിൻ്റെ ഗുണം നാട്ടുകാർക്ക് കിട്ടി. ഗ്ലാമർ പിന്നത്തെ വന്ന മന്ത്രിക്കാണ് കിട്ടിയത്. പക്ഷേ മറ്റേ ടീച്ചർക്ക് അങ്ങനെയല്ല. അവർക്ക് ഈ ഒരു കാര്യം ചെയ്താൽ 9 കാര്യമായിട്ട് പൊലിപ്പിക്കാനുള്ള സംവിധാനം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സംഭവിച്ചു.
ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ചെയ്ത കാര്യങ്ങളിലും ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ പഴി കേൾക്കേണ്ടി വരും. ആരോഗ്യവകുപ്പിൽ എന്ത് വീഴ്ച വന്നാലും മന്ത്രിയുടെ മേലേക്ക് വരും അത്. ആഭ്യന്തര വകുപ്പ് പോലെ തന്നെയാണ്. കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വകുപ്പാണ്. വനം വകുപ്പ് പോലെയല്ല, അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് പോലെയല്ല. ഇപ്പോൾ റവന്യൂ വകുപ്പിലൊക്കെ എന്തൊക്കെ അതിക്രമം നടന്നാൽ ആളുകൾ സാധാരണ ശ്രദ്ധിക്കില്ല, ജനങ്ങളെ ആ രീതിയിൽ ബാധിക്കുന്നതല്ലല്ലോ എന്നുള്ളതുകൊണ്ട്. വ്യവസായ വകുപ്പിലാണെങ്കിലും വ്യവസായം വന്നാലും വന്നില്ലെങ്കിലും ജനങ്ങൾക്ക് അങ്ങനെ വലിയ ഗുണമോ ദോഷമോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും വ്യവസായം വന്ന് തുടങ്ങില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ ശരിക്കുള്ള പ്രശ്നം പൊള്ളുന്ന വകുപ്പാണ് ആരോഗ്യം. ആരോഗ്യം, വിദ്യാഭ്യാസം, ആഭ്യന്തരം, ഇത് മൂന്നും നല്ല കഴിവുള്ള ആളുകൾക്ക് ഭരിക്കാൻ പറ്റും. അത്രയും ഡെഡിക്കേഷൻ വേണം. ടി.എം. ജേക്കബിനെ പോലത്തെ ഒരു മാതിരി അയാൾക്കറിയാതെ എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുനടക്കാം. ഏത് വകുപ്പ് കൊടുത്താലും നന്നായിട്ട് ഭരിക്കും. കാരണം അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ജീനിയസ് പുള്ളിക്കുണ്ട്. കെ.എം. മാണി സാറുണ്ട്, ബേബി ജോണുണ്ട്, ഗൗരി അമ്മക്കുണ്ട്, പി.എസ്. ശ്രീനിവാസുണ്ട്. അങ്ങനെയുള്ള ആളുകളൊന്നും എല്ലാ ദിവസമൊന്നും ജനിക്കുകയോ എല്ലാ ദിവസവും മന്ത്രിമാരായിട്ട് ഇരിക്കുകയൊന്നും ചെയ്യില്ല. ഇപ്പം അങ്ങനത്തെ മന്ത്രിമാരും ഇല്ല, നമ്മളുള്ള കാര്യം പറഞ്ഞല്ലോ. പക്ഷേ ഏത് മന്ത്രിസഭയിലും ഒന്നിനും കഴിവില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ആരോഗ്യവകുപ്പ് കൊടുക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞത് ഈ കത്രിക മറന്നു വെച്ചാൽ അല്ല യഥാർത്ഥ ദുരന്തം. കത്രിക മറന്നു വെക്കുന്ന നിലയിലേക്ക് നമ്മുടെ ആരോഗ്യവകുപ്പ് മൊത്തത്തിൽ ഒരു ഈജിയൻ തൊഴുത്തായിട്ട് മാറി എന്നുള്ളതാണ്. സാർ, അപ്പോൾ ഈ സാർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന വാർത്തകളിലൂടെ കാണുന്ന രീതിയിലല്ല കാര്യങ്ങൾ അവിടെ നീങ്ങുന്നത് എന്ന് ചുരുക്കം. മുൻപ് ടോക്കിംഗ് പോയിന്റിൽ തന്നെ സാർ പറഞ്ഞിട്ടുണ്ട്, പി.കെ. ശ്രീമതി മന്ത്രി എന്നുള്ള നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും നൽകിയ സംഭാവനയും ഒക്കെ തന്നെ വളരെ വലുതാണ് എന്ന്. ഇതേ അഭിപ്രായം ഒരു മുതിർന്ന ഡോക്ടറിൽ നിന്നും കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടതേ ഉള്ളൂ. ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഒരു മന്ത്രിയായിരുന്നു പി.കെ. ശ്രീമതി. എന്നാൽ PR വർക്കിൻ്റെ അഭാവമാണ് മന്ത്രിക്ക് ആ പേര് കിട്ടുന്നതിൽ തടസ്സമായത് എന്ന്. അപ്പോൾ പി.കെ. ശ്രീമതിയുടെ സംഭാവന ഇത്രത്തോളം വലുതാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതെ, ഇപ്പം ഞാൻ തന്നെ അത് എക്സോസ്റ്റീവായിട്ട് പറഞ്ഞതല്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. എൻ്റെ ഭാര്യ തന്നെ ഈ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നൊരു ഡോക്ടറാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അവിടെ നിന്നുണ്ട്. അല്ലാതെ ഇത് രാഷ്ട്രീയമായിട്ടുള്ള സംഗതികൾ മറ്റു രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഓവർ ദ ഇയേഴ്സ് ഇത് ഒരു പരിധിവരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പണ്ടത്തെ സർക്കാർ ആശുപത്രിയല്ല ഇപ്പോഴത്തെ സർക്കാർ ആശുപത്രി, ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 96 ഞാൻ സർക്കാർ വക്കീലായിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഞാൻ തന്നെ ആലുവ താലൂക്ക് ആശുപത്രിയുടെ അവിടേക്ക് പോയി ഉദ്ഘാടനം ചെയ്ത സമരം. ഈ വേറെന്ന് പറയാം, കുമ്പളങ്ങി ആശുപത്രി, നമ്മുടെ പ്രൊഫസർ കെ വി തോമസിൻ്റെ നാടാണ് കുമ്പളങ്ങി. അതെ, കുമ്പളങ്ങി എൻ്റെ കുമ്പളങ്ങി പ്രസിദ്ധമാണ്. അവിടെ നമ്മുടെ ഈയിടെ മരിച്ചുപോയ അഡ്വക്കേറ്റ് സൂണബാലൻ വിളിച്ചിട്ട് ഞാനൊരു സമരം ഉദ്ഘാടനം ചെയ്തു. കുറച്ചു കാലം മുമ്പാണ്, എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന സമയത്താണ്. ഡൊമിനിക് പ്രസൻറ്റേഷനാണ് അന്നത്തെ കൊച്ചി MLA. കൊച്ചി നിയോജകമണ്ഡലത്തിലാണ് ഈ കുമ്പളങ്ങി. വളരെ സാധാരണക്കാരായ ആളുകൾ, മത്സ്യത്തൊഴിലാളികളും മറ്റുമൊക്കെയാണ് കൂടുതലും. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുണ്ട്, CHC. അവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം കെട്ടിടങ്ങൾ ഉണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അവിടുത്തെ കട്ടിലിൽ നല്ല വെളുത്ത വിരിച്ച ഒന്നാം തരം കിടക്കകൾ നമുക്ക് കാണുമ്പോൾ കയറി കിടക്കുന്നു, അത്രയും മനോഹരമാണ്. പക്ഷെ പ്രശ്നം വെച്ചാൽ ഒറ്റ രോഗിയില്ല. എന്താ രോഗിയില്ലാത്തത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശിവകുമാർ മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഞാനിപ്പോൾ അതിൻ്റെ കെടുകാര്യസ്ഥയുടെ ഒരു ഉദാഹരണം പറയുകയാണ്. രോഗിയില്ലാത്തതെന്ന് വെച്ചാൽ അവിടെ ഡോക്ടർമാരില്ല എന്നുള്ളതാണ്. ഓക്കെ, ആളുകൾക്ക് രോഗം വരാത്തതുകൊണ്ടല്ല, രോഗികളില്ലാത്തത് ഡോക്ടർമാരില്ലാത്തതുകൊണ്ട്. ഡോക്ടർമാരില്ലാത്തതെന്ന് വെച്ചാൽ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട്. ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ കെടുകാര്യസ്ഥമുണ്ട്. അതുമാത്രമല്ല, അവിടെ ഫിസിഷ്യൻ്റെയും സർജൻ്റെയും ഗൈനക്കോളജിസ്റ്റിൻ്റെയും പോസ്റ്റുകളാണ് ഇവർ ചോദിച്ചത്. അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തത് വേറെ എന്തൊക്കെയോ പോസ്റ്റുകളാണ്. ഈ മനുഷ്യർക്ക് ആർക്കും വലിയ പ്രയോജനമില്ലാത്ത ചില വിദഗ്ധന്മാരെ അവിടേക്ക് സർക്കാർ ഡെപ്യൂട്ടി, അവർ തന്നെയും ലീവ് എടുത്ത് പോയി, വരുന്നവരാരും അവിടെ ജോയിൻ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥയുടെ നിരുത്തരവാദപരമായ സമീപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമായിട്ട് മാറി. അതുകൊണ്ടുകൂടി കൂടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മഹാനായ ഡൊമിനിക് പ്രസൻറ്റേഷൻ കൊച്ചിയിൽ തോറ്റുപോയത്. 60% കോൺഗ്രസ്സുകാരുള്ള മണ്ഡലമാണ് കൊച്ചി. അവിടെ തോക്കണമെങ്കിൽ പണി എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഡൊമിനിക് പ്രസൻറ്റേഷൻ തോൽപ്പിച്ചത് ഡൊമിനിക് പ്രസൻറ്റേഷൻ തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. പിന്നീട് നമ്മുടെ ഈ KJ മാക്സി എന്ന് പറഞ്ഞ സഖാവ്, അദ്ദേഹം അങ്ങനെ വലിയ ഇമേജൊന്നും ഉള്ള ആളായിരുന്നില്ല. പക്ഷേ പുള്ളി MLA ആയിട്ട് വന്നപ്പോൾ അതിന് കുറേയൊക്കെ മാറ്റം വന്നു.
പുള്ളി പിടിച്ച പിടിയാലെ തിരുവനന്തപുരത്ത് പോയി ഇതുപോലെയുള്ള ആഫീസുകളൊക്കെ കയറി ഇറങ്ങി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു. ഇപ്പോൾ ആശുപത്രിയൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ എന്തൊക്കെ കൊള്ളതായ്മകളാണ് ഈ സംവിധാനത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോൾ ഒരു പരിധിവരെ മാറി, വലിയൊരു പരിധിവരെ അത് മെച്ചപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇനിയും മെച്ചപ്പെടേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ്. ഇപ്പോൾ വീണ ജോർജിൻ്റെ മാത്രം പരാധീനതയോ പോരായ്മയോ അല്ല, അല്ലെങ്കിൽ ശിവകുമാറിൻ്റെ മാത്രം കെടുകാര്യസ്ഥയൊന്നുമല്ല. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ പാളം തെറ്റിപ്പോയ ഒരു ഈജിയൻ തൊഴുത്തായിട്ട് മാറിയ സംവിധാനമാണ്. ഇപ്പം അത് കുറേയൊക്കെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഇനിയും മെച്ചപ്പെടേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. ഒരു മറ്റൊരു വിഷയം കൂടി അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കാം. അതായത് ഇനി വരുന്ന ആരോഗ്യമന്ത്രിമാർക്കും പണി വളരെ പിടിപ്പതായിരിക്കും, വളരെ സമ്മർദ്ദം നിറഞ്ഞതായിരിക്കും എന്നുള്ളൊരു സൂചന കൂടി നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. കാരണം ഈ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ നമ്മുടെ ആശുപത്രികളൊക്കെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള സംഭവങ്ങളിലേക്ക് ഒന്ന് കണ്ണൂർ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞു ക്ലിനിക്കുകൾ, ചെറിയ ചെറിയ ക്ലിനിക്കുകൾ 1500 എണ്ണമാണ് പൂട്ടിപ്പോയത്. അതുപോലെ തന്നെ വൻകിട ആശുപത്രികളുടെ എണ്ണം 65% കഴിഞ്ഞ 10 വർഷത്തെ കണക്കാണ് ഈ പറയുന്നത്. ഇത്തരത്തിൽ കൂടിയിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള ഭീമന്മാർ വരുമ്പോൾ രോഗികളെ സംരക്ഷിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ലാഭത്തിന് മാത്രമാകും ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ മന്ത്രിമാർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും കുറേയേറെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം കൂടി വരില്ലേ? ഇത് ആഗോള ഭീമന്മാരാണ് കേരളത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ശരിയാണ്. അത് വലിയൊരു സാമ്പത്തിക പ്രതിഭാസമാണ്. കാരണം എന്താ വെച്ചാൽ ഈ കേരളത്തിലെ ആളുകളാണ് ആരോഗ്യകാര്യത്തിൽ ഏറ്റവും ശ്രദ്ധയുള്ളവർ. മാത്രമല്ല ആരോഗ്യകാര്യത്തിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി പണം മുടക്കാൻ മടിയില്ലാത്തവർ. മരിച്ചുപോയേക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ പോലും റിസ്ക് എടുത്ത് വലിയ വലിയ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ വലിയ നക്ഷത്ര സൗകര്യങ്ങളുള്ള ആശുപത്രികളിൽ പോയി ചികിത്സിക്കാൻ താല്പര്യപ്പെടുന്നവർ ഒക്കെ ഉണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ ക്ലിനിക്കുകൾ, ഒരു ഡോക്ടറും ഒരു നേഴ്സുമായിട്ടുള്ള ക്ലിനിക്കുകൾ, അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസ് ഉണ്ടായിരുന്നു, 2, 3, 4, 5 ഒക്കെ ഡോക്ടർമാരുള്ളത്. അതൊന്നും ഇനിയുള്ള കാലത്ത് പ്രാവർത്തികമല്ല, പ്രായോഗികവുമല്ല. അതെല്ലാം പൂട്ടിക്കൊണ്ടേയിരിക്കണം. ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ പൂട്ടും. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് ബാധിക്കുന്നത് നമ്മളെ ഈ പള്ളി ആശുപത്രികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ എറണാകുളത്തെ ലൂർദ് ഹോസ്പിറ്റൽ, ലിസി ഹോസ്പിറ്റൽ, അവരൊക്കെ ഇപ്പോഴും വലിയ കുത്തിക്കൊലയില്ലാതെ താരതമ്യേന കുറഞ്ഞ ചിലവിൽ ചികിത്സ കൊടുക്കുന്നുണ്ട്. മെച്ചപ്പെട്ട പരിചരണവും ഉണ്ട്, വിദഗ്ധ ഡോക്ടർമാരും ഉണ്ട്. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഡോക്ടർമാരുണ്ടാവും. അതാണ് അവിടുത്തെ ഒരു വലിയ സൗകര്യം. ഗവൺമെൻറ് ആശുപത്രി പോകുന്നത് ഇതും തമ്മിൽ വ്യത്യാസം. ഈ സ്വകാര്യ ആശുപത്രിയിൽ ചെന്നാൽ നമുക്ക് ചികിത്സ ഉറപ്പാണ്. അത് ഇനി എത്ര നാൾ ഈ വക സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നുള്ളത് സംശയമാണ്. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു വലിയ സപ്പോർട്ടിലാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. അത് പ്രോഫിറ്റ് മോട്ടീവ് താരതമ്യേന കുറവാണ്. ഇപ്പോൾ ലിസി ആശുപത്രി പോയി നോക്കിയാൽ മതി. ഞാൻ സാധാരണ അവിടെ പോകും. എല്ലാ വിദഗ്ധ ഡോക്ടർമാരും ഉണ്ട്. ചികിത്സ താരതമ്യേന ചിലവ് കുറഞ്ഞതാണ്. അവിടെ പക്ഷേ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഏറ്റവും ദരിദ്രരായ രോഗികളാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് ഭയങ്കര കൂടുതലാണ്. തിരക്ക് വളരെ കൂടുതലാണ്. ഡോക്ടറെ കാണണമെങ്കിൽ നമ്മൾ ഒരുപാട് നേരം കാത്തു കിട്ടുന്നു. അങ്ങനെ സൗകര്യങ്ങളുണ്ട്. ചിലവും കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും തിരക്ക് വർദ്ധിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ വേറെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് പള്ളിയുടെ സപ്പോർട്ടിലാണ് ഇത് നടന്നു പോകുന്നത്. പക്ഷേ അതുപോലും ഇനി എത്ര നാൾ അവർക്കൊക്കെ ഈ രീതിയിൽ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളെ കുറിച്ച് എനിക്ക് പരാതി മാത്രമേ ഉള്ളൂ. അവിടെ ഭേദപ്പെട്ട യന്ത്രോപകരണങ്ങളൊക്കെ ഉണ്ട്, വിദഗ്ധന്മാരായ ഡോക്ടർമാരും ഉണ്ട്. പക്ഷേ കുത്തിക്കൊലയാണ് നടക്കുന്നത്. അതെ, കുത്തിക്കൊല പിടിച്ചുപറി എന്ന് പറഞ്ഞാൽ പോരാ, കുത്തിക്കൊലയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ചികിത്സയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ എറണാകുളത്തൊക്കെ ചില ആശുപത്രികളുടെ പേര് പറയും. ആ ആശുപത്രി പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വീടിൻ്റെ പറമ്പിൻ്റെ ആധാരമായിട്ട് പോകണം. വേറെ ചില ആശുപത്രികളുണ്ട്, അവിടെ പോകണമെങ്കിൽ നമ്മുടെ പറമ്പിൻ്റെ മാത്രം പോരാ, അയൽവക്കത്തെ പറമ്പിൻ്റെ കൂടി ആധാരം കൊണ്ട് പോകണം. അതാണ് അവസ്ഥ. എന്തായാലും അതാണ് ഇപ്പോഴത്തെ, അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല, കുറേ കൂടി കഴിഞ്ഞിട്ടുള്ള വിപുലമായ. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു ലേമാൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. ശരിയാണ്. കാരണം അതെ അതെ. പിന്നെ ഞാൻ ആകെ ചെയ്തിട്ടുള്ള ഒരു നല്ലതായിരുന്നു ഇങ്ങനെയുള്ള ആശുപത്രിയിൽ പോകാതിരിക്കുക എന്നുള്ളത് മാത്രം. ഏതായാലും അങ്ങേക്ക് അത് വളരെ വിശദമായി തന്നെ കൃത്യമായി ഈ ആരോഗ്യവകുപ്പിൻ്റെ ചരിത്രം പറയാൻ സാധിച്ചു, വർത്തമാനത്തിലേക്ക് എത്തുവാനും സാധിച്ചിരിക്കുകയാണ്. കാരണം
നമുക്കറിയില്ലായിരുന്നു ഓരോ മന്ത്രിമാരുടെയും പ്രവർത്തന ശൈലി ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് സംബന്ധിച്ച്. പാർട്ടിയിലെ സ്ഥാനം പോലും അതിൽ വലിയൊരു ഘടകമാണ് എന്നുള്ളത് ഒരു തിരിച്ചറിവ് തന്നെയാണ്. കാത്തിരുന്ന് കാണേണ്ടതാണ് ഈ നാളുകളിൽ ഓരോ ആരോഗ്യമന്ത്രിമാരുടെയും പ്രകടനം ജനങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് കാര്യങ്ങൾ. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. വളരെ വിശദമായി തന്നെയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് വിശദീകരിച്ചത്. ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് പി കെ ശ്രീമതി നടത്തിയ പ്രവർത്തനങ്ങൾ അത് വരുന്ന നാളുകളിൽ, പിന്നീടുള്ള നാളുകളിലാണ് വലിയ രീതിയിൽ ജനങ്ങളുടെ ജീവിതത്തിന് ആശ്വാസകരമായി മാറിയത്. അന്ന് ഒരു മികച്ച PR ടീം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പി കെ ശ്രീമതി എന്ന ആരോഗ്യമന്ത്രിയെ ജനങ്ങൾ വാഴ്ത്തിപ്പാടാത്തത് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇത് അദ്ദേഹം മാത്രം പറഞ്ഞ കാര്യമല്ല, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരും ഇക്കാര്യം ഞങ്ങളുമായി പങ്കുവച്ചിട്ടും ഉണ്ട്. മറ്റൊന്ന്, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് വലിയൊരു പരാജയമാണ് എന്ന് പറയാനും സാധിക്കില്ല. പല കാര്യങ്ങളും ഈ പ്രവർത്തന കാലയളവിൽ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ വീണ ജോർജിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിച്ചുകൂടാ. അത് കൂടുതലൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടും ഇല്ല. എന്തായാലും ഇപ്പോഴത്തെ കുറേയേറെ സംഭവവികാസങ്ങൾ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ വീണ ജോർജിൻ്റെ ഇമേജിന് കോട്ടം വരുത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.